Assalamualaikum warahmatullah. Alhamdulillah, salatu Waalaikumsalam wassalamu ala asyrafil warahmatullahi. mursalin wa ala alihi wa sahbihi ajma'in. ഇൻഷാല്ലാ ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ കൂടിയും ഒരുപാട് പേര് അൽഹംദുലില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 250-ലധികം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ സൺഡേ 6:30-ക്ക് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ. കേൾക്കാനാണെന്ന് ആരും ഇല്ലാത്തത് അല്ലേ? നമുക്ക് കാര്യങ്ങൾ കുറെ പറയാനുണ്ട്, പക്ഷെ കേൾക്കാൻ ആരും ഇല്ല എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് എന്നെ കേൾക്കാൻ കാണിച്ച ഒരു മനസ്സിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒരു പിന്നെ എന്താ പറയാ, ഇതിന്റെ ഒരു ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു കഥ പറയലാണ് എന്ന് ഞാനിതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പാകപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം പിന്നെ നിങ്ങൾ ഓഡിയോ, നിങ്ങളെ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഡിസ്റ്റർബൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതില്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇൻഷാല്ലാ പറയാൻ കഴിയട്ടെ. ഓക്കെ, ഒരു കഥ പറയുന്ന ലാഘവത്തോടെയല്ല ഞാൻ പറയുക, പക്ഷെ അത് കഥ പോലെ കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ, അവനവന്റെ ജീവിത അനുഭവങ്ങളാണ് അത് മറ്റുള്ളവർക്ക് കേട്ടിരിക്കുമ്പോൾ കഥകളാണ് അല്ലെ. ആ കഥ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മളിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. കഥകൾക്ക് അത്രത്തോളം സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുട്ടികളിലൊക്കെ നമുക്ക് മോറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ കഥയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അല്ലെ. നമുക്ക് പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലും ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും. വേദങ്ങളിലൊക്കെ, ഖുർആനിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാറുള്ളത് ചരിത്ര കഥകൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റുന്നുള്ള. ആ കഥകൾ നമ്മളിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. റസൂലുള്ളാഹിന്റെ കഥ കേൾക്കുക, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ അത് ഭയങ്കര, സീറത്ത് റസൂല് അത് നമുക്ക് ഭയങ്കര എന്താ സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കാറുണ്ട്. ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കും, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ കഥയാണ് നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും ഒരു കഥയിലൂടെയാണ്. ഇസ്ലാമിനെ ആദ്യം ഞാൻ അറിയുന്നത്. അത് ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കഥയാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഒരു വല്യുമ്മ പേരക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ യൂസുഫ് നബിയുടെ കഥയാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് എന്താണോ അറിഞ്ഞത്, ആ ഒരു അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ കഥയാണ്. ആ കഥയാണ് എന്നിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ആ കഥ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന, എൻ്റെ കൂടെയുള്ള കുറെ കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ അടുത്തേക്ക് അത് പറയുമ്പോൾ ഞാൻ വലിയ ആളാവാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഥകൾക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച 6:30, അതേപോലെ തന്നെ തുടർന്ന് വരുന്ന സൺഡേസിൽ, ഞായറാഴ്ചകളിൽ തുടർച്ചയായിട്ട് ഈ കഥ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ അതിന് സാധിക്കട്ടെ. അപ്പോൾ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാം. ഞാൻ എൻ്റെ ജീവിത കഥയിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ് കടന്നു പോകാനും ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഞാനിതിൽ കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് അറിവിൽ നിന്ന് വിശ്വാസത്തിലേക്ക് എന്നുള്ളതാണ്. ഒരാൾക്ക് അറിവിൽ നിന്നും വിശ്വാസത്തിലേക്ക് പോകാം, അതേപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്കും യാത്ര ചെയ്യാം. ഇത് രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഒരാളിൽ ഉണ്ടാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അറിവിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഉണ്ടായിട്ടുള്ളത് ആദ്യഘട്ടം. പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അറിവിലേക്കുള്ള ഒരു യാത്രയും ഉണ്ടായിട്ടുണ്ട്. അറിവിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ആ യാത്ര എന്ന് പറയുന്നത്, അവിടെ എന്നില് കുറച്ച്
പാകപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ എന്താണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, ഞാനത് പലപ്പോഴും ആഹ് അത് ഓർത്തെടുക്കാറുണ്ട്. ഒരു പിന്നെ കാപ്പി കുടിക്കുമ്പോഴോ, അല്ലെങ്കില് നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ റമദാനിലോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വന്ന വഴികളിലൂടെ ഒന്ന് തിരിച്ചു നടക്കാറുണ്ട്. അവിടെ ഇതായിരുന്നല്ലോ സംഭവിച്ചത്, അങ്ങനെ ആയിരുന്നല്ലോ സംഭവിച്ചത് എന്ന് ഞാൻ ഓർത്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്നൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വേറെ കാര്യങ്ങളും അവിടുന്ന് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ആ ഒരു തിരിഞ്ഞു നടത്തം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ എപ്പോഴും ഒരു എന്താ പറയാ ഫ്രഷ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. ആ തിരിഞ്ഞു നടത്തം എന്നെ ഭയങ്കര ഒരു എന്താ പറയാ ചിലപ്പോൾ നമ്മൾ വീക്കാവുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കും. പല സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും മാനസികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഉണ്ടാവുമല്ലോ. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ അത് സ്വാധീനിക്കും. ആ സമയങ്ങളിലൊക്കെ അത് ഒന്ന് പുഷ്ടിപ്പെടുത്താനോ അവിടെ ഒന്ന് ശരിയാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ഒന്നുകൂടെ തിരിഞ്ഞു നടക്കും. ആ തിരിഞ്ഞു നടക്കുമ്പോൾ എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്നെ ഇത്രത്തോളം പവർഫുൾ ആക്കിയിട്ടുണ്ട്, അത് എന്നെ ഇത്രത്തോളം വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആ വഴികളിലൂടെ പോയിട്ട് ഞാൻ വീണ്ടും വീണ്ടും അത് പെറുക്കിയെടുക്കാറുണ്ട്. അത് എന്നെ എന്താ പറയാ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ഫ്രഷായിട്ട് എന്നിൽ നിലനിർത്താൻ കൂടി വേണ്ടിയിട്ടായിരുന്നു ഞാനത് എപ്പോഴും ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവാറുണ്ട് ആ വഴികളിലൂടെ. നമ്മളിപ്പോ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും നിൽക്കുക അല്ലേ. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോണ സമയത്ത് പഴയ വഴികളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലുള്ള ഒരു നടത്തം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു തിരിച്ച് നടത്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നിൽ ഉണ്ടാകാറുണ്ട്. അത് ഉം പിന്നെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മൾക്ക് അവിടെ തന്നിട്ടുള്ള എന്താ പറയാ കുഞ്ഞു കുഞ്ഞു മുറിവുകൾ ഉണ്ടായിരിക്കും. കുഞ്ഞു കുഞ്ഞു വേദനകൾ ഉണ്ടായിരിക്കും. അതൊക്കെ തിരിച്ച് നടക്കുമ്പോ നമുക്കൊരു അസ്വാദ്ധ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പും കൂടെ അവിടെ ഞാന് ഇൻഷാ അള്ളാ വരുത്താറുണ്ട്. അതൊരു ഭയങ്കര രസാണ്. ഏഹ് ഇപ്പോ ഞാന് ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തിയിലേക്ക് ഏഹ് അറിവ് ഒരാളിലേക്ക് എത്തുമ്പോ, അയാളില് ഉണ്ടാകുന്ന മാനസിക, ശാരീരിക അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. ആ പഠിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ നടന്ന വഴികളിലൂടെ തന്നെയാണല്ലോ, ഞാൻ പോയ വഴികളിലൂടെ തന്നെയാണല്ലോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു മാറ്റം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്. അത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി സത്യം പറഞ്ഞാല്. ഒരു വ്യക്തിക്ക് അറിവ് ലഭിക്കുകയും, ആ അറിവ് എന്താന്നുള്ളത് നമുക്ക് ഇൻഷാ അള്ളാ ഡിസ്കസ് ചെയ്യാം. ഞാൻ അറിവ് എന്നുള്ള രീതിയിൽ മാത്രമായിട്ടാണ് അതിനെപ്പോ ചുരുക്കി പറയുന്നത്. അത് ലഭിക്കുമ്പോ ഒരു ആൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അത് അയാളുടെ ആത്മീയ തലത്തില്, മാനസികമായ തലത്തില്, എന്തിനും ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായ തലത്തിൽ വരെ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തെ എങ്ങനെ നടക്കുന്നു? അതിന് ഇന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം എൻ്റെ ഒരു ലൈഫില് ഞാൻ നടന്നു നീങ്ങിയിട്ടുള്ള വഴികളിലൂടെ എനിക്കത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എനിക്കിങ്ങനെ ഇടയ്ക്ക് എന്താ പറയാ കോളേജ് സ്റ്റുഡൻസിനോട് ഒക്കെ എൻ്റെ അനുഭവം പറയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മജ്‌ലിസുകളിലൊക്കെ ഞാനത് പറയാറുണ്ട്. ആ പറയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഒരു കഥയായിട്ട് അതിനെങ്ങനെ അവതരിപ്പിക്കാറുണ്ടെങ്കിൽ കൂടിയും, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ള ചെറിയ ചെറിയ കോട്ടുകൾ, ഞാനായിട്ട് ഉണ്ടാക്കിയ എൻ്റെതായ ചെറിയ ചെറിയ കോട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് അത് തന്നെയാണ് എനിക്ക് ഞാൻ എഴുതുമ്പോഴും ഒക്കെ അത് സൂചിപ്പിക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ യാത്രകളിലും ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചെടുക്കാറുണ്ട്. ആ സാധനം ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ, ഈ ഒരു മാറ്റത്തില്, ഒരു ഹൃദയത്തെ മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു ഹൃദയത്തെ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നന്ന രീതിയിലൊക്കെ പോകാം എന്ന് പഠിച്ചു കഴിഞ്ഞപ്പം, ഇത് തന്നെയാണല്ലോ എന്നിലും സംഭവിച്ചത് എന്ന ഒരു അത്ഭുതം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ കാര്യത്തെ എനിക്കൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കില്, അവർക്കും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മാറ്റം അതനുഭവിക്കാൻ സാധിക്കുമല്ലോ എന്നൊരു തോന്നലാണ് സത്യം പറഞ്ഞാല് ഈ ഒരു ഇരുത്തത്തിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ്, ഒരു കാരണം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊരു വലിയ യാത്ര തന്നെയാണ്. പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചാടി ഒരു ഒരു കഥ പറഞ്ഞ് അങ്ങോട്ട് എണീറ്റ് പോവുക എന്നതല്ല. മറിച്ച് കുഞ്ഞു കുഞ്ഞു ഘട്ടങ്ങളിലൂടെ ചെറിയ ചെറിയ വഴികളിലൂടെ നടന്ന് നടന്ന് പോകാനുള്ള ഒരു വലിയ യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് പിന്നെ ഒരു ഘട്ടമാണ്. അല്ലാതെ അതിന് ഇത്ര സമയമുണ്ട് അല്ലെങ്കിൽ ഇത്ര സമയമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാത്ര എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ആ ഇടവഴികളിലൂടെ ആ വഴികളിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന നമ്മളിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾക്കറിയാം കുട്ടികൾക്ക് നമ്മള് ഒരു കാര്യത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് കഥകൾ പറഞ്ഞു കൊടുക്കും. അതൊരൊറ്റ കഥയിൽ അവസാനിക്കാറില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പി.എം. ഗഫൂർ പിന്നെ ആളുകളിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കഥ പറച്ചിലും അതിന്റെ ശൈലിയും ഒക്കെയാണ് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോകാം. അത് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയും നിങ്ങൾക്കത് തട്ടിച്ചു നോക്കാം. എനിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കും അവിടെ ഇത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇൻഷാ അള്ളാ. അപ്പോ ഇന്നത്തെ വിഷയ സംബന്ധമായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടിരിക്കാം. എന്താണ് അറിവ്? എങ്ങനെയാണ് അറിവിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര എന്നുള്ളത്? ഒരു ഹലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? ആര് ഓക്കെ ഓക്കെ താങ്ക് യു. പറഞ്ഞു വന്നത് അറിവിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര. വിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് പറയാനുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ബിലീഫ് എന്ന് പറയാം, അതോടൊപ്പം തന്നെ ഫെയ്ത്ത് എന്ന് പറയാം. ഞാനിവിടെ ഫെയ്ത്ത് എന്നുള്ള ഒരു വേർഡാണ് ഉപയോഗിച്ചത്. എന്താന്ന് വെച്ചാല് വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. ഒന്ന് നമ്മൾ കേട്ട വിശ്വാസങ്ങളുണ്ട്, ഒന്ന് കണ്ട വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം, ഒന്ന് നമ്മൾ അനുഭവിച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ? അതില് അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇൻഷാ അള്ളാ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നമ്മൾ കുട്ടികളാകുന്ന സമയത്ത് മനസ്സിലാകാത്തപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പലതും അല്ലെ? ഈ കേട്ട അറിവുകളാണ് എന്ത് എനിക്ക് പിന്നെ നമ്മള് കുട്ടിക്കാലം മുതലേ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ അടുത്ത് നമ്മുടെ അയൽവാസികളും നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് പറയും പിന്നെ അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അത് നമ്മളുടെ ലൈഫിൽ എന്താവും നന്മയായിട്ടേ ഭവിക്കുള്ളൂ. അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിശ്വസിച്ചൂടെ? അല്ലെങ്കിൽ അത് വിശ്വാസമാണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഒരു പ്രശ്നത്തിന്റെ കൂടെ, ഒരു പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പം ഉണ്ടാകുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. ഈ രീതിയിൽ നമ്മള് പലപ്പോഴും സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ സ്വബറ് കാണിക്കണം, നമ്മളിവിടെ ക്ഷമ കാണിക്കണം. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ. ഈ വിഷയത്തില് വിശ്വാസം എന്നുള്ളത് പഠിപ്പിക്കുകയും വിശ്വാസം എന്നുള്ളത് പഠിച്ചതുമായി മാറുമ്പോൾ നമ്മളിൽ അത് പ്രാക്ടിക്കൽ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അതിനെ അവിടെ കൊണ്ടുപോയി ഈ ഒരു സാധനത്തെ ഇടുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് ക്ഷമ എന്നുള്ളൊരു സാധനം എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ഘട്ടം വരുമ്പോൾ ഞാനത് പഠിച്ചതല്ലേ, ഞാനത് അറിഞ്ഞതല്ലേ എന്ന രീതിയിൽ അതിനെ കൊണ്ടുപോയി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയിടുമ്പോൾ അവിടെ അതിന് ഒരുതരം വിമ്മിഷ്ടം ഉണ്ടായിരിക്കും. ആ ക്ഷമയ്ക്ക് അത് കറക്റ്റായ രീതിയിൽ അതിനെ എന്താ അവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അവിടെ വിശ്വാസം എന്നുള്ളത് കേവലം എന്നിലൊരു അറിവ് മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് അതിനെ വേണ്ടിയിരുന്നത് അതെന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ക്ഷമ എന്നുള്ള സാധനം അല്ലെങ്കിൽ എന്താണോ വിശ്വാസം എന്നതുകൊണ്ടാണ് ഞാൻ ആ ക്ഷമയെ പറയുന്നത്. കാരണം അതിലോളം ആപ്റ്റ് ആയിട്ടുള്ള സാധനം വേറെ അവിടെ ഇല്ല. പ്രാർത്ഥനയും ക്ഷമയുമാണ് ഫെയ്ത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഞാൻ വന്നിട്ട് എന്നിൽ ഈ ക്ഷമ കൊണ്ടുപോയിട്ടിട്ട് ഞാനിങ്ങനെ എന്താ അത് വർക്കാവാത്തത്? ഞാനിതാണല്ലോ പഠിച്ചിട്ടുള്ളത്, ഞാനിതാണല്ലോ അറിഞ്ഞിട്ടുള്ളത്, എന്താ നിന്നിൽ വർക്കാവാത്ത എന്ന് വിചാരിച്ച് കുറെ അവിടെ ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അവിടെ അത് വർക്കാവാത്തത് ഞാനത് പഠിച്ച കാര്യം മാത്രമായതുകൊണ്ടാണ്. അത് എന്നിൽ വർക്കാവണമെങ്കിൽ അത് ഫെയ്ത്തിലേക്ക് എത്തണം. അത് വിശ്വാസത്തിന്റെ ടോപ്പ് ലെവലിലേക്ക് എത്തണം. അപ്പോ എനിക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ക്ഷമയെ എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ പറയാതെ തന്നെ എന്നിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം എന്നുള്ളതും കേവലം ബിലീഫ് കേവലം ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് പഠിച്ച കുറെ കാര്യങ്ങളും എഴുതി വെച്ച കുറെ കാര്യങ്ങളിലും നിന്നും അത് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അത് എന്താകുന്നത് അത് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം വിശ്വാസം എന്നുള്ളത് പലപ്പോഴും കണ്ടിട്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. കണ്ടു കഴിയുമ്പോൾ ഒരു പിന്നെ
പലപ്പോഴും നമുക്കറിയാം ഖുർആനില് കാണാൻ കഴിയുന്നൊരു സാധനമാണ്. ആഹ് പല എന്താ പറയാ പ്രവാചകന്മാരും അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കള് അല്ലെങ്കിൽ ഒക്കെ അവരൊക്കെ തന്നെയും അവരുടെ ജീവിതത്തില് ഇന്നന്ന കാര്യങ്ങൾ അറിവിനെ കൊണ്ടേയി സാധാരണക്കാരോട് പറയും. ഇന്നന്ന അറിവുണ്ട്, ഇന്ന രീതിയിലാണ് അറിവ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്ത് അവര് അവരിൽ നിന്നും തിരിച്ചുണ്ടാകുന്ന എന്താന്ന് വെച്ചാല് ഞങ്ങള് വിശ്വസിക്കണംന്നുണ്ടെങ്കില് ഞങ്ങക്ക് ഇന്നന്ന കാര്യങ്ങളൊക്കെ കാണണം. ഞങ്ങള് ആകാശത്ത് നിന്ന് ഇത് ഇറക്കി താ. ഞങ്ങള് ഇത് പിന്നെ മരിച്ചവരെ ജീവിപ്പിച്ചു കൊണ്ടാ. അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവര് അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുന്നുണ്ട്. ആ അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുന്ന സമയത്ത് പ്രവാചകന്മാർ പല സമയങ്ങളിലും സ്റ്റക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ഭുതം കാണിക്കാനുള്ള അവർക്ക് മോജസത്തുകള് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ആ മോജസത്തുകൾ കണ്ടു എന്നതിന്റെ പേരില് പ്രത്യേകിച്ച് ആരും വിശ്വാസത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല. അത് നമുക്ക് കാണാൻ പറ്റുന്നത് മൂസ അലൈഹിസ്സലാമയുടെ വടി ഇട്ടിട്ട് പാമ്പാക്കുന്ന സമയത്ത് സാഹിറുകള് അവര് വിശ്വസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൽമ അവിടെ ഉണ്ട്. ആ ഇൽമ ഉണ്ടായത് കൊണ്ടാണ് അവർ അതിനകത്ത് ചിന്തിക്കുകയും മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഒരു സാധനം കാണുമ്പോഴത്തേക്ക്, ഒരു അത്ഭുതം കാണുമ്പോഴത്തേക്ക് അവർ അതിനകത്തേക്ക് അങ്ങോട്ട് ആകൃഷ്ടരായിട്ട് വരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ചരിത്രം എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഖുർആനിനോട് അവർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. റസൂലിന്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അവർക്കതില് പിന്നെ ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ അവർ ആ ഖുർആൻ കേട്ടിട്ട് ഒരു വിശ്വാസത്തിലേക്ക് അവര് വരുന്നൊരു ഘട്ടം പലപ്പോഴും ശത്രുക്കളുടെ പക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഏഹ് വിശ്വാസത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുന്ന ആളുകളോട് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കേ. വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. വിശ്വാസമാണ് ജീവിതത്തില് മാജിക്കുകൾ. വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ മാജിക്കുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിന്റെ എന്താ പറയാ ശക്തി എന്ന് പറയുന്നത്. ലൈഫിൽ ഇങ്ങനെ നമുക്ക് എന്താ പറയാ മാജിക്കുകൾ കാണാൻ പറ്റും. അത് ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പിന്നെ വിശ്വാസം എന്നുള്ളത് നമുക്കിങ്ങനെ ഏഹ് ഒരു മാജിക്കും അവിടെ നമുക്ക് പിന്നെ ആരും കാണിച്ചു തന്നിട്ട് വിശ്വസിക്കണം എന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്റെ ജീവിതം തന്നെ നമുക്കൊരു മാജിക് ആയിട്ടൊരു ഒരു അത്ഭുതമായിട്ട് എന്ത് എന്തായി മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. അപ്പോ കേട്ടവരുണ്ട്, കണ്ടവരുണ്ട്, അനുഭവിച്ചവരുണ്ട്. അപ്പൊ അനുഭവത്തിലൂടെ ഫെയ്ത്തിനെ നമുക്ക് കിട്ടുക എന്ന് പറയണത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഫെയ്ത്ത് വർക്ക് ആവുന്നുള്ളൂ. ഇപ്പോ നമ്മള് പല ക്ലാസ്സുകളിലും കേൾക്കാറുള്ള ഒരു സംഭവമാണ്. 3 ആളുകള് ഗുഹാമുഖത്ത് ല്ലെ ഗുഹയ്ക്കകത്ത് അടയുകയും അതിന്റെ ഗുഹാമുഖം ഒരു കല്ലുകൊണ്ട് അടയുകയും ചെയ്യുന്നത്. ആ കഥ നമുക്ക് പ്രത്യേകിച്ചൊരു സംഭവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് നമ്മള് കുറേ കേട്ടു. ആ കുറേ കേട്ടുപോയ കഥയാണ്. അത് അവരുടെ പ്രാർത്ഥന കൊണ്ട് ഗുഹാമുഖത്ത് വന്നിട്ടുള്ള ആഹ് പാറക്കല്ല് നീങ്ങാണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. ഫെയ്ത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഫെയ്ത്തിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പിന്നെന്താ പറയാ ശക്തിയാണ് ആ പാറക്കല്ല് മെല്ലെ നീങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് പിന്നെ നമ്മുടെ പ്രാർത്ഥനകള് കാണാൻ സാധിക്കുകയാണ് നമുക്ക്. ഒരു വലിയ പാറ നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അത്രയും സ്ട്രോങ് ആവുന്നത്. അപ്പൊ ഫെയ്ത്തിന് അത്തരത്തിലുള്ള അത്ഭുതങ്ങള് ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ നമുക്കതിങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഏഹ് ആ ഒരു ആ രീതിയില് നമുക്ക് ഉണ്ടാവണം ഫെയ്ത്തിനെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതാണ്. അറിവ് നമ്മളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലും കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ദിവസേന നമ്മളിപ്പോ നമുക്കറിയാം ഇന്നിപ്പോ റീൽസിന്റെ ഒക്കെ ഒരു കാലാണ്. നമ്മൾ ഒന്ന് കഴിഞ്ഞ് റീൽസ് നമ്മളിലേക്ക് ഇങ്ങനെ വരാ. അപ്പൊ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളെന്താണോ സെർച്ച് ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുക അല്ലെ കൂടുതലായിട്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഒന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ അറിവിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കണ്ട റീൽസുകൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ കണ്ട ഏതെങ്കിലും ഒരു നോളഡ്ജ്, ഈ അറിവ് നമ്മളിലത് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എങ്ങനെയാണ് അറിവ് നമ്മളിൽ വർക്കാവുന്നത് എന്നുള്ളത്. അറിവിൽ നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമാണ് അറിവ് അത് വിശുദ്ധമായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു വിജ്ഞാനമായിട്ട് മാറുന്നത്. വിജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അറിവങ്ങനെ കുറെ ഇപ്പൊ അറിവിന് ഒരു പ്രത്യേകത ഉണ്ട് ട്ടോ. അറിവിന് ഒരു പ്രത്യേക പവർ ഉണ്ട്. അതിനൊരു എന്താ പറയാ ഒരു വൈബ്രേഷൻ ഉണ്ടെന്നൊക്കെ പറയണ പോലെ അറിവിന് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്. അറിവ് നേടിയ ആളുകൾ അത് പിന്നെ ഭൗതികമായിട്ടുള്ള അറിവാവട്ടെ ആത്മീയമായിട്ടുള്ള അറിവാവട്ടെ, ഏതറിവാണെങ്കിലും അത് നേടിയ ആളുകളെ നമ്മൾ കാണുമ്പോൾ അവർക്ക് അതിന് പ്രത്യേക ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അവരെ അറിയാൻ പറ്റും. അവരുടെ സംസാരത്തിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. അത് ഒരാളില് ആഹ് എത്തുകയും അത് അവരിൽ ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അത് വിസ്ഡമായി മാറുന്നത്. അഥവാ അത് വിജ്ഞാനമായിട്ട് മാറുന്നത്.
അറിവ് ലഭിക്കുന്നു, അത് നമ്മളിലേക്ക് എത്തുന്നു, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരവസ്ഥ. ഇതിന് ഒരു ഘട്ടം തന്നെ ഉണ്ട്. ഇതിനൊരു സമയം തന്നെ എടുക്കുന്നുണ്ട്. ആ സമയം എടുക്കാതെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്താ സ്വഹാബികളിലൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അവരില് ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു കാര്യമാണ്. അപ്പോഴാണ് ഇപ്പൊ അടുത്ത് ഞാൻ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും എനിക്ക് സാധിച്ചത്. കാരണം ഒരറിവ് ഒരാളിലേക്ക് എത്തുന്നു, അത് പെട്ടെന്ന് തന്നെ ആ അറിവ് അവരില് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. അവരുടെ ഹൃദയത്തിന് അത് വിശാലത നൽകുന്നു എന്നുള്ളത്. ഇതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള സമയത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു കഥ നമ്മൾക്കറിയാം ല്ലേ? എത്ര പെട്ടെന്നാണ് നടക്കുന്നത്. ഊരിപ്പിടിച്ച വാളുമായിട്ട് റസൂലിനെ വധിക്കാൻ വേണ്ടി വന്ന ആള് പിന്നീട് വമ്പിച്ച രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ. ഭയങ്കര ഇത് ആര് എന്ന് വിചാരിച്ചിട്ട് ആ സമയത്തിൽ ഇതിൽ തന്നെ നടക്കുന്നതാണ്. റസൂലിനെ വധിക്കാനായിട്ട് വരികയാണോ എന്ന് വിചാരിക്കുന്ന ആള് അവിടെ റസൂലിനെ ബയ്യത്ത് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഭയങ്കര വ്യത്യാസങ്ങള്, ട്രാൻസ്ഫോർമേഷൻസ് ലൈഫില് കൊണ്ടുവന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജേർണി ചിലപ്പോ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്ലോ ആയിട്ട് പോയിട്ടുള്ള സാധനമാണ്. ഒരു കാര്യം കേട്ടു, അറിഞ്ഞു, അത് ഉൾക്കൊണ്ടു എന്നൊക്കെ പറയുന്നത് വളരെ മെല്ലെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അതെല്ലാവർക്കും ഒന്നും അത്ര പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഇങ്ങനെ പല രീതിയിലും അറിവ് എന്നുള്ളത് നമ്മളിൽ പ്രവർത്തിക്കുകയും അത് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് അത് എന്താ പറയാ, അത് വിസ്ഡമായിട്ട് മാറുക, അത് വിജ്ഞാനമായിട്ട് മാറുക, അത് നമ്മളിൽ തന്നെ നമ്മുടെ ഹൃദയത്തിനെ അത് മാറ്റിമറിക്കുക. അവിടെ ഒരു എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല് വലിയ വിശാലത നൽകാന് ആ വിസ്ഡത്തിന് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിന് ഭയങ്കര വിശാലത നൽകാൻ അതിന് സാധിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അറിവിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. കേവലം അറിവിനെ ഇങ്ങനെ നമ്മള് പേടിച്ചെടുക്കുക. അവിടെ ഒരു ക്ലാസ് ഉണ്ട്, അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ആ അറിവ് കിട്ടുന്നു. ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറിവ് കിട്ടും എന്ന് വെച്ചിട്ട് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെ അവിടെ കിടക്കുകന്നേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മളൊരു ഖുറാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു ഖുറാന്റെ ആയത്ത് പഠിച്ചിട്ടുണ്ടോ, ആ പഠിച്ചത് റസൂലുള്ളാഹി അങ്ങനെ തന്നെയാണ് അത് പഠിപ്പിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് അതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ആ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യും, ചെറിയ 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 കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിങ്ങനെ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു വർഷം ഖുർആൻ പഠിച്ചിട്ടും നമ്മൾ പഴയ പോലെ തന്നെയാണ് നടക്കുന്നത്, നമ്മളിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ആ അറിവിനെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് നമുക്ക് വിശദമായിട്ട് മാറിയിട്ടില്ല, അത് നമ്മളിൽ വിജ്ഞാനമായിട്ട് പ്രതിപ്രവർത്തിക്കാൻ അവിടുന്ന് ഇങ്ങോട്ടൊരു റിയാക്ഷൻ നടക്കാനുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വേറൊരു പ്രവർത്തനം നടക്കാനുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്തിന് സാധിക്കണം, നമ്മളുടെ അറിവിന് സാധിക്കണം എന്നതാണ്. ഇനി ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഒരു ഫെയ്ത്ത് എന്നുള്ളത്? നിങ്ങൾക്കത് കുറെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില് ജീവിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ക്ഷമ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇതാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഞാൻ എനിക്ക് വർക്ക് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിക്കൊള്ളണമെന്നില്ല. അതിലിങ്ങനെ ആ ഫെയ്ത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, അതിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു എന്താ പറയാ, ഒരു മാധുര്യമുണ്ട്, ഒരുതരം സന്തോഷമുണ്ട്, ഒരുതരം അനുഭവം തന്നെയാണത്. ആ ആ രീതിയിൽ അതിനെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് പിന്നെ അനുഭവങ്ങൾ ഉണ്ടാകണം അല്ലെ? അതിന് അനുഭവങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ വിശ്വാസം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണ്ടായി എടുക്കേണ്ട ഒരു കാര്യമല്ല. അത് ഒരു യാത്ര തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, 20 വർഷം ഞാൻ ക്ഷമിച്ചു. പലരും പറയാറുണ്ട് 10 വർഷം ഞാൻ ക്ഷമിച്ചു, 20 വർഷം ഞാൻ ക്ഷമിച്ചു, ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റൂല. ഞാന് പിന്നെ ഞാനത് എന്താ പറയാ, ഞാന് അല്ലെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ പറയും എന്താ പറയാ, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് പറയാറുണ്ട് അല്ലെ? ഇത്രയൊക്കെ സഹിക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയാം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുള്ളി ഒരാളിങ്ങനെ ചെയ്യിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ? അത് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേവല ബിലീഫുകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഞാൻ ക്ഷമിച്ചേ മതിയാകൂ, ഞാൻ പഠിച്ചു വെച്ചത് അതാണ്, എന്റെ ഉമ്മ എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷമിച്ചേ മതിയാകൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കന്നെ വേണം. എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അവിടെ ഞാൻ ഒരുപാട് കടുംപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഉള്ളിൽ കിടന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. എനിക്കത് പിന്നെ എന്താ പറയാ,
വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നത്. അത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കും എന്താ ഇയാളുടെ ജീവിതം ഒരു ത്യാഗമായിട്ടും ഇയാളുടെ ജീവിതം ഒരു സഹനമായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര ത്യാഗത്തിലാണ് സംഭവിക്കുന്നത്. കാരണം ഇത്രയും വർഷമായി ഇയാളത് സഹിച്ചുകൊണ്ടിരിക്കണം. 20 വർഷം സഹിച്ചു, 21ാമത്തെ വർഷം ഞാൻ റെഡിയല്ല എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ കുറെ ക്ഷമിച്ചു, ഞാനായതുകൊണ്ടാണ് ക്ഷമിച്ചത്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളിൽ പലപ്പോഴും വരാറുണ്ട്. കുട്ടികളെ വിഷയത്തിൽ വരുമ്പോഴൊക്കെ ഞാനായതുകൊണ്ടാണ് എന്നെ ക്ഷമിക്കുന്നത്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. ക്ഷമ എന്ന് പറയുന്നത് പിന്നെ ഫോഴ്സ്ഫുള്ളി നടക്കേണ്ട ഒരു സാധനമല്ല. അത് നമ്മളിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതാണ്. അപ്പോ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുമ്പോൾ അയാൾ ക്ഷമയായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ ഞാന് എല്ലാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയത്തിലും ഈ ക്ഷമ കൊണ്ടുവന്ന് നിങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ചിരിക്കണം അതൊന്നും അല്ല ട്ടോ പറയുന്നത്. അത് എവിടെയൊക്കെ അത് ആപ്റ്റ് ആണോ അവിടെയൊക്കെ ഇട്ടാ മതി. ഇപ്പൊ കുട്ടികളില്ലാത്ത ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ അവര് പറയും 10 വർഷവും 20 വർഷവും 30 വർഷമൊക്കെ അവര് പിന്നെ അതിലൂടെ കടന്നു പോകും. ഈ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോ 10 വർഷം കുട്ടികളില്ലാതെ ഉള്ള ഒരു കപ്പിൾസിന് അവർക്ക് സ്വാഭാവികമായിട്ടും ഉം, എന്താ പറയാ പുറത്തുനിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം അവരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും അയൽവാസികളിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ പല കാര്യങ്ങളും അവർക്ക് കേൾക്കേണ്ടി വരും. ഈ കേൾക്കുന്ന സമയത്ത് അവര് ഭയങ്കര സങ്കടത്തിലും ആയിരിക്കും. അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളില്ലാത്ത പാരന്റ്സ് പിന്നെ കപ്പിൾസിന്റെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. അവര് 10 വർഷവും 20 വർഷവും ഒക്കെ ക്ഷമിച്ച് പിന്നീട് അവര് ക്ഷമയായി മാറുന്നത് പോലെ തോന്നും. അവരെ കാണുമ്പോൾ നമുക്ക് അവര് ക്ഷമ എന്നുള്ള സാധനം നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ അവർ ക്ഷമയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഒരു 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 ഒരാള് ക്ഷമയായി മാറുക എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ ഒരു രസം? അവര് ആ പേഷ്യൻസിൽ അവരതിലിങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഒരാളെ കാണുമ്പോ വിശ്വാസം നമുക്കുണ്ടാകുക. ഒരാളെ കാണുമ്പോ ഇതാണ് അദ്ദേഹം. സത്യം സത്യം മാത്രം പറയുന്ന ഒരാളെ കാണുമ്പോൾ അവരത് സത്യമായി മാറുന്ന ഒരവസ്ഥ. ഒരു ക്ഷമയിലൂടെ ജീവിക്കുന്ന ഒരാള് അയാളെ കാണുമ്പോ അല്ലെങ്കിൽ അയാൾ ക്ഷമയായി മാറുന്ന ഒരവസ്ഥ. അതൊരു എക്സ്ട്രീം ലെവലാണ്. അതേപോലെ തന്നെ വിശ്വാസം നമ്മളിലേക്ക് അടിയുറയ്ക്കുമ്പോ അത് നമ്മൾ വിശ്വാസമായിട്ട് അവിടെയാണ് വിശ്വാസി എന്നതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പേരിന് അർഹരാകും. നമ്മൾ വിശ്വാസിയായി മാറുന്നൊരവസ്ഥ. അങ്ങനെ വിശ്വാസം കൊണ്ട് നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ. 23 വർഷക്കാലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ജീവിതമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ? അതിന്റെ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് എന്നുള്ളത് റസൂലിന് വിജയം മാത്രമാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അള്ളാന്റെ വാഗ്ദാനമാണ്. അത് മക്കം ഫതഹ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് സ്വർഗം വാഗ്ദാനമാണ്. ഇതൊക്കെയാണെങ്കിൽ കൂടിയും റസൂലുള്ളാഹിന്റെ ജീവിതം എന്നുള്ളത് ആ 23 വർഷക്കാലം ആ ജേണിയാണ് നമ്മൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അതേപോലെ നമുക്ക് 10ഉം 20ഉം 40ഉം വർഷം നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പിന്നെ എന്താ പറയാ ഒരു വിജയമുണ്ട്. ആ വിജയത്തെക്കാൾ കൂടുതൽ ആ യാത്രയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. ആ യാത്രയാണ് നമുക്ക് ആസ്വാദ്യകരമാകുന്നത്. അവിടെ നമ്മൾ കുറെ പ്രശ്നങ്ങളും അവിടെ കുറെ നമ്മൾ പരാതികളും പിന്നെ പരിഭവങ്ങളും കുറെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതിലൂടെയുള്ള നടത്തം അത് ലാസ്റ്റ് നമുക്ക് പിന്നെ എനിക്കിതേ കിട്ടിയേ മതിയാവൂ, ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചിട്ടുണ്ട്, എനിക്ക് സ്വർഗമേ കിട്ടേണ്ടുള്ളൂ, എനിക്ക് നല്ലതേ കിട്ടണം, എനിക്ക് നന്മയെ കിട്ടേണ്ടതുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് എന്താണോ കിട്ടേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവിടെ സ്വാഭാവികമായിട്ട് തരിക എന്നുള്ള ഉത്തരവാദിത്വം അത് അള്ളാന്റെ മേലുള്ളതാണ്. അത് നമ്മൾ ചോദിച്ചിങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആ യാത്രയിൽ ഉള്ള കല്ലാണെങ്കിലും മുള്ളാണെങ്കിലും അതിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കും. ആ യാത്രകൾ ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ ജേണിയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ ജേണിയിലാണ് നമ്മൾ ആ യാത്രയിലാണ്. ആ യാത്ര നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതിന്റെ ലാസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എനിക്കത് കിട്ടണം അല്ലെങ്കിൽ എനിക്കത് വേണം. അത് അള്ളാന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇതിലൂടെ മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടോ അത് തരേണ്ട ഉത്തരവാദിത്തം അള്ളാന്റെ അടുത്തുള്ളതാണ്. അപ്പം ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ ജീവിതം ആ 23 വർഷമാണ് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കാറുള്ളത് അല്ലെ? മക്കം ഫതഹും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പിന്നെ വിജയം കണ്ടതിന് ശേഷം ഉള്ളതിനെ നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കാറില്ല. ആ യാത്രയാണ്. അതിലൂടെ പോയപ്പോൾ എന്തൊക്കെ റസൂലുള്ള സഹിച്ചു, എന്തൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് പുറമേക്ക് നിന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെയും സ്വഹാബത്തുകളുടെ ഒക്കെ ജീവിതം കാണുമ്പോൾ എന്തുമാത്രം ത്യാഗമാണ് അവർ സഹിച്ചത്, അവരെന്തൊക്കെയാണ് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതൊക്കെ
ഒക്കെ വളരെ സുന്ദരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അവിടെ എന്നും ആരോടൊരു പരാതിയോ ഒരു പരിഭവമോ ഞങ്ങൾ ഭയങ്കര ത്യാഗമാണ് ചെയ്തതെന്നോ ഞാൻ കണ്ടില്ലേ ഇന്ന രീതിയിലൂടെയാണ് പോയതെന്നോ ഒന്നുമല്ല. അവിടെ ആസ്വാദനം മാത്രമാണ് നടക്കുന്നത്. അവിടെ അതാണ് വിശ്വാസത്തിന്റെ ഒരു എന്താ പറയാ മധുരം എന്ന് പറയാം. ആ മധുരം നുണഞ്ഞുകൊണ്ടാണ് അവർ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത്. അവർക്ക് ആർക്കും ആരോടും ഒരു പരാതിയും പരിഭവമൊന്നുമില്ല. അപ്പം വിശ്വാസം എന്നുള്ളത് ആരോടും പരിഭവം പറയാനുള്ളതോ ഞാൻ ഇന്ന കാര്യങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ളത് ഒന്നുമല്ല. അത് ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വദിക്കേണ്ട നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പിന്നെ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്ന ഞായറാഴ്ചകളിലൂടെ അതെന്താണ്, ഏതാണ്, എന്താണ് അറിവ്, മറ്റു കാര്യങ്ങളിലൂടെ നമുക്ക് പോകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻസ് തരാം. ഇന്ന രീതിയിൽ പോരാ, ഇന്ന രീതിയിലാകണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാം. തുറന്നു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ പോയാൽ മതിയെങ്കിൽ അതും പറയാം. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അല്പസമയം ഞായറാഴ്ചയാണ് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് തരാം. ഖദീജ ഇത് ഓപ്പൺ ആണോ? ഞാൻ മ്യൂട്ടാക്കാം. ഇവർക്ക് കുറച്ച് സമയം കൊടുക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. വളരെ കുറച്ച് സമയം കൊണ്ട് പറയണം കേട്ടോ എല്ലാവർക്കും. കുറച്ച് സമയം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനേ സ്റ്റാർട്ടിങ് മുതൽ കേട്ടില്ല. ഇപ്പൊ ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫാരിജയാണ്. ഹലോ, കേട്ടില്ല എന്നുള്ളത് അല്ലേ? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യാം ഗ്രൂപ്പിലിട്ട് തരാം. കഴിയുന്നത് പോലെ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഇൻഷാല്ലാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വളരെ സന്തോഷം. പിന്നെ ഇങ്ങനത്തെ ഒരു റിമൈൻഡർ നമുക്ക് കിട്ടുമ്പം അത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ അത് പറയാനാണ്. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഒരുപാട് സന്തോഷം. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ, കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നിങ്ങളെ അനുഭവങ്ങൾ ഒരു എന്താ പറയുക പറയുമ്പോൾ അത് ആയത്തും കൂടി ഒന്ന് പറഞ്ഞാലില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ വാളൂരി വന്ന ഉമർ ഖത്താബിൻ്റെ കഥയും ഒക്കെ പറയുമ്പോൾ അത് കുറച്ച് ആയത്തിലൂടെ, അതായത് അദ്ദേഹത്തിൻ്റെ സൂറത്ത് ത്വാഹയിലൂടെ ആണല്ലോ അത് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി ആയത്തും കൂടി അതിലേക്ക് ആഡ് ചെയ്താൽ അതിനെക്കുറിച്ചും കുറച്ചും കൂടി ശ്രദ്ധ അതിലേക്ക് പോകും എന്നുള്ളത് ഒന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളെ ഒരു ജീവിത കഥ പോലെ നിങ്ങൾ ഞങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ് അല്ലേ? അൽഹംദുലില്ലാ. അപ്പം തന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കാനും ക്ഷമയില്ലാതെ പോയാൽ ക്ഷമിക്കാനൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിൽ പെട്ടെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. നല്ല ഒരു അറിവ് തന്നെയാണ് വരുന്നത്. ഒപ്പം കുറച്ച് ആയത്തുകൾ കൂടി ആഡ് ചെയ്താൽ അത് ആയത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക നമുക്ക് പുണ്യവും, അതേപോലെ തന്നെ ആയത്തിലൂടെയാണ് നിങ്ങളെ ജീവിതം നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞതും കൂടി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ജസാക്കില്ലാ ഖൈർ, ബാറക്കല്ലാഹ്. ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാം. ഭയങ്കര അറിവൊന്നുമില്ല. ഖുറാനെ കുറിച്ച് അങ്ങനെ ഭയങ്കരമായ അറിവുകളൊന്നുമില്ല. എന്നാലും അറിയണ പോലെ ഇൻഷാ അല്ലാഹ് ശ്രമിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6:30-ക്ക് ഇരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ രീതിയിലുള്ള കാൽവെപ്പുകളാണ്. ഒരു കാൽവെപ്പ് മാത്രമാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ കാൽവെപ്പുകൾ, അതാണ് ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ അതിങ്ങനെ മാറും. അത് നമുക്ക് അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. വേറെ പ്രത്യേകിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്കിവിടെ ഇത് നിർത്താം. ഞാൻ പറഞ്ഞോട്ടെ. അസ്സലാമു അലൈക്കും. ആ ഞാൻ വെച്ചാല് സബർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മളുടെ ഭയങ്കരമായ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരും പേഷ്യൻസ് അങ്ങനെയാണ് കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ വിവേകത്തോടെയാണ് പേഷ്യൻസിനെ ഉപയോഗിക്കേണ്ടതെന്നാണ്. കാരണം ഇപ്പൊ എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിലും മക്കളിപ്പോ എത്ര മോശമായാലും നമ്മൾ ക്ഷമിക്കുക, ക്ഷമക്ക് നമുക്ക് കൂലി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇമ്മ ചിന്തിക്കുന്നത്. എനിക്ക് അറിയില്ല ഞാൻ പറയണ വെച്ചാൽ, ഞാൻ പക്ഷെ എൻ്റെ ഉമ്മാനോട് പറയും ദുനിയാവും ഉണ്ട് ആഖിറവും ഉണ്ട് നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മള് അനർഹമായ ഒരാളോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മളൊരു ക്രിമിനലിനെ വളർത്തുകയാണ്. എനിക്കറിയില്ല ഇവിടെ എത്ര പേർക്ക് ഇങ്ങനെ ഒരു നോളേജ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമ്മള് എല്ലായിടത്തും ഇവിടെ ഞാൻ ക്ഷമിക്കുകയാണ്. ഒരു ക്ഷമ ഇടേണ്ട സ്ഥലത്തെ പറ്റി നമുക്ക് നല്ല നോളേജ് വേണം. അത് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഖുറാനിൽ തന്നെ ഒരു ഗുണം പറയുമ്പോൾ അള്ളാഹു താലിന്റെ പേര് അഫൂറുർ റഹീം എന്നാ പറയുന്നത്, അല്ല സെമിയോൻ അലീം. ഖുറാനിൽ അങ്ങനെ പറയുന്നത്. ഒരു ക്വാളിറ്റിന്റെ ഒപ്പം വേറൊരു ക്വാളിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഖുറാനിൽ പറയുന്നത്. അപ്പൊ ക്ഷമ നമ്മൾ ഇടേണ്ട സ്ഥലം നന്നായിട്ട് ഇപ്പൊ ഒരു ടോക്സിക് ആയ ഒരു ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ ക്ഷമിച്ചു നിന്ന് നമ്മളെ സെൽഫ് വർത്ത് തന്നെ കളയേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ക്ഷമ നല്ല ക്വാളിറ്റി തന്നെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളില്ലാത്ത ഒരാളെ കണ്ട് പിന്നെ നമ്മൾ അവരെ കാണുമ്പോ തന്നെ ക്ഷമയാണെന്ന് പറഞ്ഞല്ലോ, അത് നല്ലത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ ആ പരീക്ഷണം അവർ സഹിച്ച് പക്ഷെ ഒരാള് നമ്മൾ സ്ഥിരമായി ചൂഷണം ചെയ്യുന്നത്, അത് ആൾക്കാർക്ക്, എൻ്റെ ഉമ്മാക്കൊക്കെ ഉള്ള ഒരു ഇതാണ്, ആര് ചൂഷണം ചെയ്താലും സഹിക്കുക. നമ്മളെ ഉമ്മാനെ കണ്ടിട്ട് പറയാട്ടോ, വേറൊരു ഇതിൽ പറയല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഉമ്മാനെ ഇങ്ങനെ തിരുത്തി അപ്പൊ എനിക്കറിയാം ഇവിടെ എത്ര ഉമ്മമാർക്കും എത്ര ആൾക്കാർക്കും ഇത് അറിയില്ല, നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സബർ ഭയങ്കര നല്ല ക്വാളിറ്റി, പക്ഷെ നമ്മൾ ഇടേണ്ട സ്ഥലത്തെ പറ്റിയും നല്ല ധാരണ വേണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല, അത് എനിക്ക് പറയണം തോന്നിയോണ്ട് ഞാൻ പറഞ്ഞാണ്. എത്രത്തോളം ഇതാണെന്നുള്ളത്. അതെ, അത് ഞാനൊരൊറ്റ വാക്കിൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ അവിടെ അതിനനുസരിച്ച് തന്നെ പെരുമാറണം കേട്ടോ എന്നുള്ളൊരു സാധനം ഞാൻ ഒരൊറ്റ സെന്റൻസിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അവിടെ അതിനെ കൊണ്ടുവരേണ്ടത്, ആ രീതിയിൽ അതിനെ കൊണ്ടുവരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പിന്നെ കുട്ടികളില്ലാത്തവരുടെ എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊണ്ടുവരാനും കൂടെ കാരണം. ജസാക്കല്ലാഹു ഖൈർ. ആയിക്കോട്ടെ ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അതന്നെ നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. അപ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരായിരുന്നാലും 2-3 ആളുകൾ അല്ലെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളിത് കേൾക്കാൻ വന്നിരുന്നു എന്ന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വലിയ കാര്യമാണ്. വന്ന് ആ ഒരു കാണിച്ചൊരു മനസ്സിന് ഒരുപാട് നന്ദി. ജസാക്കല്ലാഹു ഖൈർ. എല്ലാവർക്കും നന്ദി. കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതും രാവിലെ ഈ നേരത്ത് നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ ഇരുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ചകളിൽ നമുക്ക് കാണാം. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.